അപകടകരമാരാക്കുന്ന സംവിധാനമാണ് മനോരമയുടെ വാർത്ത. എന്താണ് കേരളത്തിൽ ഖനനത്തിന്റെ കാര്യം, ഫാക്ടറിന്റെ കാര്യമാണ്. VD സതീശൻ സാറിന് കുർബാന പാടാൻ വന്ന ഒരു ഭക്തക്ക് റിപ്പോർട്ടർ ചാനൽ ഉടമയും അരുൺകുമാറും അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. സ്വന്തം പാർട്ടിയെ പോലും വകവെക്കാതെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്ന ആ പൂക്കിമേനോൻ സതീശനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണോ? മദ്യത്തിന്റെ ടാക്സ് കുറച്ച് കൊടുത്താൽ അതിന്റെ ഗുണഭോക്താവ് അത് സർക്കാരിന് കുറഞ്ഞ നികുതികൾ. ഞാൻ പറഞ്ഞ ഇത് കൂടുതൽ വിൽക്കാൻ കഴിയുകയാണെങ്കിൽ അതിന്റെ ഫലമായി കിട്ടുന്ന കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുക. കൂടുതൽ മദ്യപിക്കുന്നത് ലോജിക് ഇതാണ്. വീര്യം കൂടിയതിന്റെയും ബിയറിന്റെയും നടുക്കുള്ള ആൽക്കഹോൾ കണ്ടന്റ്, ആ നടുക്കുള്ളതിനൊരു നികുതി നിശ്ചയിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറയുന്ന അങ്ങനെ ബുദ്ധിയിൽ ആൾക്കാർ ഭേദഗതിയെ കുറിച്ച് എന്റെ അടുത്ത പോയിന്റ് കയറട്ടെ. ഒരുപാട് പറയേണ്ടത് എനിക്കറിയാം. അങ്ങ് പറഞ്ഞോളൂ. എനിക്ക് ബോർ അടിക്കുന്നു മദ്യം പറഞ്ഞു. ഇനി അടുത്ത വിഷയത്തിലേക്ക് പറയാം. ഖനനവുമായി ബന്ധപ്പെട്ട് ഖനനം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നു എന്നൊരു വാദം ആ ബജറ്റ് പ്രപ്പോസൽ ഇല്ല. ബജറ്റിന്റെ നിർദ്ദേശങ്ങളിൽ ഖനനത്തിൽ സ്വകാര്യ നിക്ഷേപകരെ കൂടി ആകർഷിക്കുന്നു എന്നൊരു വാചകമുണ്ട്. അതിൽ ഒരു പഠനം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഇതേ വാചകങ്ങൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുള്ള ബജറ്റിലുമുണ്ട്, അതിലുമുണ്ട്. ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അതിലും സ്വകാര്യ മേഖലയ്ക്കായി എത്ര തുക എന്നതടക്കം കൂടി ആ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള ഇത്ര നിക്ഷേപം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ മലയാള മനോരമയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ജയേന്ദ്രൻ ഇലങ്കത്തിന്റെ വാർത്ത, കരിമണലിൽ കള്ളക്കളി എന്നുള്ളതാണ്. മോണോസൈറ്റ് സംസ്കരണം സ്വകാര്യ കമ്പനിക്ക് LDF സർക്കാരിന് അനുമതി നൽകിയെന്നുള്ളതാണ്. അതും ഒരു ശരവേഗമൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്നിരിക്കുന്ന ഒരു ശരവേഗമാണ്. ആ ശരവേഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് പറയണമല്ലോ. ഇത് മോണോസൈറ്റ് സംസ്കരണത്തിന് LDF സർക്കാർ അനുമതി നൽകുമ്പോൾ നിലവിലത് പൊതുമേഖലയ്ക്ക് മാത്രമുള്ള അനുമതിയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ കാക്കുന്ന ആ സമയത്താണ് ഈ മോണോസൈറ്റ് സംസ്കരണത്തിന് ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക്, ഏത് കമ്പനിക്ക്? സ്വകാര്യ കമ്പനിക്ക് പച്ചക്കൊടി നൽകിയിരിക്കുന്നത്. നോക്കൂ, ഈ കാലത്ത് ഒരു മിനിറ്റ്, എന്റെ കയ്യിൽ രേഖയുണ്ട്. 17/4/2026 ഓർഡറാണ് ഞാൻ വായിച്ചോട്ടെ. ഞാൻ പൂർത്തിയായിക്കോട്ടെ പ്ലീസ്. അപ്പോൾ ഇത് തെലങ്കാനയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ്. സർക്കാരിന്റെ റെയർ കോറിഡോർ പദ്ധതിയിലെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്. ഇത് ഖനനമല്ല കേട്ടോ, ഖനനം എന്നൊരു വാദം ഞാൻ പറയുന്നില്ല. ചവറയിലെ ഉൾപ്പെടെ സംസ്ഥാനത്ത് 5000 കോടിയെങ്കിലും വില മതിക്കുന്ന 19 ലക്ഷം ഇവിടെ ഖനനം. വാല്യൂ അഡിഷൻ തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സാധനം പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നത് ഇത് ശരിയല്ലല്ലോ. 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരമുണ്ട്. അപ്പോൾ മോണോസൈറ്റ് ശേഖരത്തിൽ നിന്നും നിയോഡൈമിയം കോറിയം, സ്കാൻഡിയം ഉൾപ്പെടെയുള്ള ധാതുക്കൾ വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കാനാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത്. അതിനൊരു ആ കമ്പനിയെ തന്നെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇതിന് തെലങ്കാനയിൽ ഒരു കേസ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായ വകുപ്പിന്റെ ആ ഉത്തരവ് ഏപ്രിൽ 17 ഇറങ്ങിയ ഉത്തരവാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അത് പ്രകാരം നോക്കൂ, the Kerala Minerals and Metals Limited have examined the above cited letter in detail and accordingly we are pleased to inform you that Midwest Limited, being the lead consortium partner, has been selected in the tender wide number Kerala e-procurement portal tender ID 2026 KMML 825393 for executing the subject work. The MOU will be signed between KMML and Midwest Limited only after obtaining the necessary permission from Government of India and Government of Kerala for the statutory and administrative permission as mentioned earlier as per the tenders term and conditions. അതായത് സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പ് അതിനുള്ള അനുമതി നൽകി. അതുമായി മുന്നോട്ട് പോകാൻ ആത്യന്തികമായി പറഞ്ഞല്ലോ എവിടുന്നാണ് മെറ്റീരിയൽ വാങ്ങുന്നത്? KMML നിന്നാണ്. അത് ഖനനത്തിനുള്ള അനുമതിയാണോ? എന്തൊരു ഞാൻ ചോദിക്കുന്നത് നിയമസഭയിൽ ബഡ്ജറ്റിലുള്ളത് ഫാക്ടറിയുടെ കാര്യമാണോ? ഖനനത്തിനുള്ള അനുമതിയാണ്. ബഡ്ജറ്റിൽ ഖനനം എന്ന് പറയുന്നില്ല. എന്താണ്